Were you only imaginary? Where are you? ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ഏവർക്കും മലയാളി ബ്രോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ, പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനോട് ഒന്ന് എനേബിൾ ചെയ്തേക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതുപോലത്തെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി കൈൻമാസ്റ്റർ ആപ്പ് ഓപ്പൺ ചെയ്യുക. അതിൽ 9:16 എന്ന് പറയുന്ന റേഷ്യോ സെലക്ട് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഷൂട്ട് ചെയ്ത വീഡിയോ ഇതിലേക്ക് കൊണ്ടുവരണം. എന്നിട്ട് അതിൽ ആവശ്യമില്ലാത്ത പാർട്ടൊക്കെ കട്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഞാൻ സെലക്ട് ചെയ്തേക്കുന്ന വീഡിയോ. ഇനി അതിനുശേഷം നമുക്കൊരു ഓഡിയോ കൊണ്ടുവരാം. അപ്പോൾ ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്ന ഓഡിയോ ഫെയ്ഡഡിൻ്റെ ഒരു റീമിക്സ് വെർഷനാണ്. നമുക്ക് എപ്പോഴാണോ ആ ട്രാൻസിഷൻ വരുന്നത് ആ സ്ഥലത്ത് വെച്ചൊന്ന് കട്ട് ചെയ്തിട്ട് ബാക്കി വരുന്ന ആ പോർഷൻ്റെ സ്പീഡൊന്ന് ഈ കാണുന്ന പോലെ കുറച്ച് കൊടുക്കാം. അപ്പം ആ സ്ഥലം വെച്ച് സ്ലോ മോഷൻ ആവും ബാക്കി വീഡിയോ. ഇനി ലെയർ സെലക്ട് ചെയ്തിട്ട് മീഡിയ ക്ലിക്ക് ചെയ്തിട്ട് ഇതുപോലൊരു ബ്ലൂ ഇമേജ് കൊണ്ടുവരണം. ഇത് ഞാൻ ക്രോമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതാണ്. ഇനി ഇതുപോലെ ഇതിനെ വലുതാക്കിയിട്ട് ബ്ലെൻഡിങ് ഓപ്ഷൻ എടുക്കണം. എന്നിട്ട് അതിൻ്റെ ഒപ്പേസിറ്റി അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ വീഡിയോ ഇങ്ങനത്തെ ഒരു ബ്ലൂ ഷെയ്ഡിലുള്ള വീഡിയോ ആവും. അതിനുശേഷം ഒന്നുകൂടെ ലെയർ എടുക്കുക. അതിനുശേഷം നൈറ്റ് സ്കൈയിലെ ഒരു ഇമേജ് എടുക്കുക. ഇത് ഞാൻ ക്രോമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതാണ്. എന്നിട്ട് അതേപോലെ തന്നെ ബ്ലെൻഡിങ് ഓപ്ഷൻ എടുത്തിട്ട് ഓവർലേ സെലക്ട് ചെയ്തിട്ട് ഒപ്പേസിറ്റി കുറച്ച് കൊടുക്കുക. അപ്പോഴത്തേക്കും ഒരു നൈറ്റ് ആയ പോലത്തെ ഒരു ഫീല് വീഡിയോയ്ക്ക് കിട്ടും. ആവശ്യം വരാത്ത പാർട്സ് സെലക്ട് ചെയ്ത് കട്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ട ഒന്നുകൂടെ ലെയർ സെലക്ട് ചെയ്തിട്ട് മീഡിയ ക്ലിക്ക് ചെയ്തിട്ട് ഒരു മൂണിൻ്റെ പടം ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഇതേപോലെ കൊണ്ടുവരിക. എന്നിട്ടൊരു പൊസിഷനിൽ സെറ്റ് ചെയ്തിട്ട് അതിനെ ഇതേപോലെ തന്നെ ബ്ലെൻഡിങ് ഓപ്ഷൻ എടുത്തിട്ട് ഒന്ന് ഒപ്പേസിറ്റി കുറച്ച് കൊടുക്കുക. ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ കട്ട് ചെയ്ത പോർഷൻ്റെ അവിടം വെച്ച് തന്നെ എല്ലാ പാർട്ടും ഇങ്ങനെ തുടങ്ങണം. ഇനി ഞാനൊരു കൂടുതൽ എഫക്റ്റിന് വേണ്ടി ഒരു ഗ്രീൻ സ്ക്രീൻ ടെംപ്ലേറ്റ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് വൈറ്റ് സ്പാർക്കിൾ വീഴുന്ന ഒരു ടെംപ്ലേറ്റാണ്. ഇത്തിരി കൂടെ ഫീല് കിട്ടാൻ വേണ്ടിയാണ് കൊണ്ടുവന്നത്. ഇനി അത് ആഡ് ചെയ്തതിന് ശേഷം ക്രോമാക്കി ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് എനേബിൾ കൊടുക്കുക. അപ്പോൾ ഇത് ഞാൻ യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത വീഡിയോ ആണ്. അതിൻ്റെ വൈറ്റ് സ്പാർക്കിൾ വീഴുന്ന അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എന്നിട്ട് നമ്മൾ ഒപ്പേസിറ്റി അതിൻ്റെ ഇതേപോലെ തന്നെ ബ്ലെൻഡിങ് എടുത്തിട്ട് ഒപ്പേസിറ്റി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ സെറ്റായി കഴിഞ്ഞു. ഇനി ലാസ്റ്റ് മുകളിൽ കാണുന്ന ഈ ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എക്സ്പോർട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ എക്സ്പോർട്ട് ആവും. കുറച്ച് ശേഷം നമ്മുടെ വീഡിയോ റെഡിയാവും. ഇനി നമ്മൾ CapCut എഡിറ്റർ എന്ന് പറയുന്ന ആപ്പ് ഓപ്പൺ ചെയ്യുക. അതിൽ ന്യൂ പ്രോജക്റ്റ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോ ഇതിലേക്ക് കൊണ്ടുവരിക. ഇതിൽ കാണുന്ന പോലെ കൊണ്ടുവരിക. എന്നിട്ട് നമ്മൾ കൈൻമാസ്റ്ററിൻ്റെ ലോഗോ കളയാൻ വേണ്ടി ജസ്റ്റ് ആ വീഡിയോ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ അവിടെ വെച്ച് ഫിംഗേഴ്സ് യൂസ് ചെയ്തൊന്ന് സൂം ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കൈൻമാസ്റ്ററിൻ്റെ ലോഗോ പോവും. ഓക്കെ, ഇനി നമ്മൾ ആ ട്രാൻസിഷൻ നൈറ്റ് ആകുന്ന അവിടെ വെച്ച് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. താഴെ കിടന്ന സ്പ്ലിറ്റ് ഓപ്ഷൻ വെച്ച് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആനിമേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തിട്ട് ഇന്ന് കൊടുക്കുക. എന്ന് പറയുന്ന ഓപ്ഷനോടെ കൊടുക്കുക. എന്നിട്ട് അതിൽ കുറേ എഫക്ട്സ് നമുക്ക് കാണാൻ സാധിക്കും. അതിലേതെങ്കിലും ഒരു എഫക്റ്റ് സെലക്ട് ചെയ്തിട്ട് ഡ്യൂറേഷനും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ റെഡിയായി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഭയങ്കര ഈസിയാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ.
വീഡിയോ എഡിറ്റ് ചെയ്തതിന് ശേഷം ഈ മുകളിൽ കാണുന്ന ആരോ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ എക്സ്പോർട്ട് ആവും. അപ്പോൾ എക്സ്പോർട്ടിങ് കഴിഞ്ഞിട്ട് താഴെ കാണുന്ന ഈ ഡൺ എന്ന് പറയുന്ന ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.